നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ കൃത്യത്തിൽ പങ്കാളികളായ 200 പേരെയെങ്കിലും അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇതിനായുള്ള പ്രതിപട്ടിക പോലീസ് അതിവേഗം തയ്യാറാക്കി വരികയാണ്. അതിനിടെ കേസിൽ അറസ്റ്റിലായ 5 മുഖ്യ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി കർശന നിലപാടുകളോടുകൂടി തള്ളിയതോടെ സമരത്തിനെത്തിയ പല CPM പ്രവർത്തകരും ഒളിവിൽ പോയിരിക്കുകയാണ്. അറസ്റ്റ് ഭയന്ന് പ്രാദേശിക നേതാക്കൾ അടക്കം മാറിയത് പാർട്ടി കേന്ദ്രങ്ങളെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സപ്രപഞ്ചക്കാട്ടിലിരുന്നു കൊണ്ട് നേതാക്കന്മാർ ഈ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ഉത്തരവിടുകയും അത് കേട്ട് പഞ്ചപുച്ഛമടക്കിയ അണികൾ അങ്ങോട്ട് അടിമപ്പണി ചെയ്യുകയും ചെയ്യുമ്പോൾ ആദ്യം വേറെ ഇറക്കേണ്ടത് ഈ നേതാക്കന്മാരുടെയാണ് എന്ന് ബോധ്യമായ കോടതി അതിനും നിശിതമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഒളിവിലാണ് അല്ലെങ്കിൽ തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും കേസിൽ ആദ്യം അറസ്റ്റിലായ CPM പ്രവർത്തകരായ ശ്രീജിത്ത്, ജിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ എന്നിവരുടെ ജാമ്യ ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. ഇതോടെ കേസിൽ റിമാൻഡിലുള്ള പ്രതികളുടെ എണ്ണം ഉയരുകയാണ്. ഇതുവരെ 26 CPM പ്രവർത്തകർ കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. ഇതിന് പുറമെ 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും സൂചനയുണ്ട്. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അതീവ ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം വെറുമൊരു മർദ്ദനമല്ലെന്നും അത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും കോടതി വ്യക്തമാക്കി. ഇത് ഭരണഘടനാപരമായ സംവിധാനങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ശ്രമം എന്ന നിലയ്ക്കാണ് ഈ സംഭവത്തെ കാണുന്നതെന്നും മാധ്യമങ്ങളിലൂടെ പ്രതികളുടെ കുറ്റകൃത്യം രാജ്യം കണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പുറത്ത് നടന്നതല്ല, ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു എന്ന മാരകായുധങ്ങളുടെ ഉപയോഗം ചൂണ്ടിക്കാട്ടി കോടതി പറയുകയാണ്. ഇഷ്ടിക, കല്ല്, തടിക്കഷ്ണങ്ങൾ, ഇരുമ്പ് ദണ്ഡുകൾ തുടങ്ങിയവയാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വാഹനത്തിനുള്ളിൽ ഉള്ളപ്പോഴാണ് അതിക്രൂരമായ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉദ്യോഗസ്ഥർ വലിയ മാനസിക വിഷമത്തിലൂടെ കടന്നു പോവുകയും ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ മറ്റുള്ളവർക്ക് ഇത് പ്രോത്സാഹനമാകുമെന്നും കോടതി വ്യക്തമാക്കുകയാണ്. സംഭവം നടക്കുമ്പോൾ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നതിനാൽ അവർ ഡ്യൂട്ടിയിലായിരുന്നില്ല എന്നായിരുന്നു ജാമ്യ ഹർജിയിൽ പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. ആക്രമിക്കപ്പെട്ട വാഹനം EDയുടെ ഔദ്യോഗിക വാഹനമല്ലാത്തതിനാൽ പൊതുമുതൽ നശിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. എന്നാൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ശക്തമായ വാദങ്ങൾ കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. ഒരു ഓഫീസിൽ നിന്ന് റെയ്ഡിന് ഇറങ്ങുന്നത് മുതൽ തിരികെ ഓഫീസിൽ എത്തുന്നതുവരെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കോടതി വളരെ പ്രധാനമായി വ്യക്തമാക്കി. അല്ലെങ്കിൽ ഇങ്ങനത്തെ മണ്ടൻ ന്യായീകരണമൊക്കെ കൊണ്ട് കോടതിയിൽ പോകുന്ന ആ വക്കീലിന് എന്ത് അറിവാണ് ഈ ഒരു കേസിനെ കുറിച്ച് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതായത് അദ്ദേഹം പറയുകയാണ്, EDയുടെ റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ED ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയിലല്ലായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ എന്ത് മുടന്തൻ ന്യായമാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറപ്പിച്ചതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ന്യായവും കൊണ്ടാണ് ഈ പറയുന്ന 200 പേരെയും അകത്തിടുമ്പോൾ ഈ വക്കീലിനെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് തൂക്കുകയറായിരിക്കും ലഭിക്കുക എന്നുള്ള ഈ ഒരു കമന്റുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്. ആലോചിച്ച് നോക്കേണ്ടത്, ED ഉദ്യോഗസ്ഥർ വരുന്നത് അല്ലെങ്കിൽ NIA ഉദ്യോഗസ്ഥരോ ED ഉദ്യോഗസ്ഥരോ ഏതുതരം പോലീസ് ഉദ്യോഗസ്ഥരോ ആയിക്കോട്ടെ, പോലീസ് സംഘം അതിനകത്ത് നിന്ന് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഒരു റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞ് അവർ വണ്ടിയിൽ പോകുമ്പോൾ അത് റെയ്ഡല്ലേ, അല്ലെങ്കിൽ അത് അവരുടെ ഡ്യൂട്ടിയിലല്ലേ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു മുടന്തൻ ന്യായം എന്ന് പറയുന്നത് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ED ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ NIA ഉദ്യോഗസ്ഥർ, ED ഉദ്യോഗസ്ഥർ ഇത്തരം പ്രൈവറ്റ് വാഹനം ഉപയോഗിച്ചാൽ പോലും അവരെ ഓഫീസിൽ നിന്നും കയറ്റി അവരുടെ തൊഴിൽ കഴിഞ്ഞ് അവരുടെ കൃത്യം കഴിഞ്ഞ് വീണ്ടും ഓഫീസിലേക്ക് തിരികെ എത്തുന്നത് വരെ ആ EDയുടെ അണ്ടർ കൺട്രോളിലാണല്ലോ ആ വാഹനം ഉള്ളത്. അല്ലെങ്കിൽ EDക്ക് വേണ്ടിയല്ലേ ആ വാഹനം ഓടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർ ആ ഒരു തൊഴിൽ കഴിഞ്ഞ് അവർ കയറുന്നത് വരെ മാത്രമേ അവർ പണം വാങ്ങുകയുള്ളൂ എന്നുള്ളതാണോ? അങ്ങനെയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന തരത്തിലുള്ള അറിവിനെ വെച്ചിട്ടാണ് അവർ കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. പിന്നെ കോടതി വെറുതെ വിടുമെന്നാണോ തോന്നുന്നത്? അങ്ങനെയല്ല. കോടതി എടുത്തിട്ടലക്കി
എന്ന് തന്നെ നമുക്ക് പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറയാം. എന്തായാലും ഈ ശക്തമായ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി, പ്രത്യേകിച്ച് പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും പൂർണ്ണമായി കോടതി ശരിവെക്കുകയായിരുന്നു. ഒരു ഓഫീസിൽ നിന്ന് റെയ്ഡിന് വേണ്ടി ഇറങ്ങുന്നത് മുതൽ തിരികെ ഓഫീസിൽ എത്തുന്നത് വരെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തന്നെയാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കുറ്റമടക്കം നിലനിൽക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഏത് സ്ഥാപനമായാലും ഔദ്യോഗിക ആവശ്യത്തിനായി വാടകയ്ക്ക് എടുക്കുന്ന വാഹനം ആ സർക്കാരിന്റെ ഭാഗമായി പൊതുമുതലായി മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിരീക്ഷണത്തോടെ. കാരണം ഇപ്പോൾ ഈ ED ഉദ്യോഗസ്ഥർക്ക് വേണ്ടി റെന്റിനെടുത്തിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ കാശ്, പണം അടയ്ക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നല്ല, സർക്കാർ തന്നെയാണ്. അപ്പോൾ അത് സർക്കാരിന്റെ വാഹനമായിട്ടല്ലേ അത് പ്രവർത്തിക്കുകയുള്ളൂ അത്രയും സമയം. അപ്പോൾ പിന്നെ അതായത് ഇത് കറക്റ്റ് ഈ പാർട്ടി ക്യാപ്സ്യൂളുകളാണ് കോടതിയിൽ കൊണ്ട് നിരത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കോടതി പുഷ്പം പോലെ ഇതിനെയൊക്കെ തന്നെ അടിച്ചു പുറത്താക്കിയത്. കോടതിയിലെ ക്യാപ്സ്യൂൾ ഒന്നും വില പോകില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആവേശഭരിതമായി ഇറങ്ങിയ എല്ലാവരും ഒളിവിലിരുന്നു കൊണ്ട് വാർത്തകൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാര്യം തീരുമാനമായി. അതിന് ഏത് ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അതിൽ യാതൊരുവിധ സംശയവുമില്ല, പിടിവീഴുക തന്നെ ചെയ്യും. എന്തായാലും ഈ വാടകക്കാറുകൾ തകർത്തതിലെ പൊതുമുതൽ നശിപ്പിക്കൽ കുറ്റം കോടതി ശരിവെക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മകൾ വീണ വിജയൻ താമസിക്കുന്ന ബേക്കർ ജംഗ്ഷനിലെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. എന്തായാലും CMRL എക്സാലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഈ അപ്രതീക്ഷിത പരിശോധന കഴിഞ്ഞ് ED സംഘം വാഹനങ്ങളിൽ മടങ്ങാൻ തുടങ്ങിയതോടുകൂടിയായിരുന്നല്ലോ പുറത്ത് തടിച്ചുകൂടിയിരുന്ന CPM പ്രവർത്തകർ അക്രമാസക്തരാവുകയായിരുന്നത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകളും അടിച്ചു തകർത്തു. കോടതിയുടെ കടുത്ത നിലപാടുകൾ പുറത്തു വന്നതോടുകൂടി വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് സിറ്റി പോലീസിന്റെ തീരുമാനം. നിയമ നടപടികൾ കർശനമാക്കുന്നതോടുകൂടി തലസ്ഥാന നഗരിയിൽ രാഷ്ട്രീയ സംഘർഷം സാധ്യത കണക്കിലെടുത്ത് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ CMRLനും EDക്കും നാളെ നിർണായകമാണ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRL ഹർജി നാളെ കോടതി പരിഗണിക്കും. അതേസമയം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ED. മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ ED ലഭിച്ച വിവരങ്ങൾ കോടതിയെ അറിയിക്കും. മാസപ്പടി കേസിൽ കോടതിയിൽ പോരാടാൻ ഉറച്ചു തന്നെയാണ് EDയും CMRLും നിൽക്കുന്നത്. നാളെ ഹർജി ഡിവിഷൻ ബെഞ്ചും പരിഗണിക്കും. മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. മുതിർന്ന അഭിഭാഷകരെ ഇറക്കി അനുകൂല ഉത്തരവ് നേടാനാണ് CMRLന്റെ ശ്രമം. കേസിൽ 5ാമതായി കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ജസ്റ്റിസ് വിജയരാഘവന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. തെളിവുകളൊന്നുമില്ലാതെ ED കേസിൽ മുന്നോട്ട് പോകുകയാണെന്നായിരുന്നു CMRLന്റെ പ്രധാന വാദം. എന്നാൽ ശക്തമായ തെളിവുണ്ടെന്നും വീണയടക്കമുള്ളവർ കേസിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്നും ED വാദിക്കും. റെയ്ഡ് അടക്കം ED ശക്തമായി ചൂണ്ടിക്കാട്ടും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരിക്കും EDക്ക് വേണ്ടി ഹാജരാവുക. ഡയറക്ടറേറ്റുമായി തീരുമാനിച്ചാണ് കേസിന്റെ മുന്നോട്ട് പോക്ക്. ED തീരുമാനിച്ചു. റെയ്ഡിനിടെ ഉണ്ടായ അനിഷ്ട സംഭവവും കോടതിയെ ധരിച്ചു.